അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാം. സെർവറിന്റെ കാര്യം, സെർവറിന്റെ ബാക്കി കാര്യങ്ങളും ഫ്യൂച്ചർ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. സാധാരണ നമ്മളൊരു സെർവറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കിന് അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമന്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വരും. പക്ഷെ ഇന്നലത്തെ ലൈവ് ഉണ്ടല്ലോ, ഇന്നലത്തെ ലൈവില് ആ സെർവറിൽ നിന്ന് ഇറങ്ങിയതിൽ മോശം എന്ന് പറഞ്ഞ് ഒരാൾ പോലും ഇൻബോക്സിൽ പോലും വന്നില്ല എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്, മെയിൻ സത്യം അതാണ്. പരുന്തുവേലാനും താങ്ക് യു സോ മച്ച് 40. അണ്ണാ അനിയനെ മറന്നോ? ഇല്ല ഇല്ല, അനിയൻ്റെ അടുത്ത് വരുന്നുണ്ട് ബ്രോ. ഒരു മെഡിക്കൽ അർജന്റ് ഉണ്ട്, അഭിനവ് ഒന്ന് നോക്കൂ. അബിൻ ഗോവിന്ദ് അബിൻ ഗോവിന്ദ് ഒന്ന് നോക്കൂ. അബിൻ ഗോവിന്ദ് ബ്രോ, ഞാൻ നോക്കാം. ഇഫ് യു ലവ് സംവൺ ആൻഡ് ദേ ചേഞ്ച് വാട്ട് വിൽ ഡു അഭിജിത്ത്? അതിനേക്കാൾ ഒരു വലിയൊരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതൊന്ന് സംസാരിച്ചിട്ട് പറയാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു സത്യം അതായിരുന്നു. ഒരാൾ പോലും പറഞ്ഞില്ല ആ സെർവറിൽ കളിക്കാം, ആ സെർവറിൽ ഇതാണ് എന്നുള്ളൊരു രീതിയിലത്തെ ഒരാൾ പോലും ഇതുവരെ പറഞ്ഞില്ല എന്നുള്ളതാണ് മെയിൻ ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം. ആൻഡ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെർവറിലായിട്ട് കളിക്കുന്നില്ല. ആ ഡിസിഷൻ എന്തായാലും എടുത്തു. സാധാരണ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വരുമ്പം ഒരു സെർവറിൽ മാത്രമായിട്ട് നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്താൽ തിരിച്ച് കയറുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സെർവറിലായിട്ട് രജിസ്റ്റർ ചെയ്ത് കയറുന്നില്ല. നമ്മളൊരു 2 സെർവറിലായിട്ട് മാറി മാറി കളിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. സെർവറിൽ അങ്ങനെ ഒരു നല്ല 2 സെർവേഴ്സ് നോക്കി മാറി മാറി കളിക്കാം എന്നുള്ളൊരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. നാളെ നമ്മളൊരു RP സ്ട്രീം, നാളെ അല്ല മറ്റന്നാൾ ഒരു RP സ്ട്രീം വരും. ആൻഡ് TV വെൽ സെറ്റിൽഡ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി തൊട്ട് നിങ്ങൾ ആദ്യം തൊട്ട് മറ്റേ ഫോർമേഷനും ഗ്രൈൻഡിങ്ങും ഒന്നും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഫോർമേഷൻ കംപ്ലീറ്റ്ലി ഗ്യാങ് അസറ്റ്സ് എല്ലാം ഇതായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ തന്നെ തുടങ്ങാന്നുള്ളൊരു രീതിയാണ്. ആൻഡ് ഓൾസോ KV ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ പറഞ്ഞ് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു അപ്ഡേഷനും കൂടി നാളെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ അതിൽ കൂടുതൽ വേറെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നില്ല. ഗ്യാപ്പ് എടുത്താൽ ശരിയാവില്ല കേസ്. അതുകൊണ്ടാണ്. കാരണം ഇപ്പൊ പിള്ളേരെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കി എല്ലാ ലൈനപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് വേറൊരു ന്യൂസും കൂടെ എന്ന് പറഞ്ഞാൽ ദാമു എനിക്ക് മെസ്സേജ് അയച്ചു. ദാമു എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ അണ്ണാ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവന് ഈ വരുന്ന 2 മാസം എക്സാംസ് ആണ്. അപ്പൊ ഈ ഒരു ആ എക്സാം ഇപ്പം വന്ന് കയറിയിട്ട് അവൻ വീണ്ടും ഇനാക്റ്റീവ് ആയാലും ഓഡിയൻസിന് ഫീൽ ബാഡ് ആവും. സോ അവൻ്റെ എക്സാംസ് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ദാമു തിരിച്ച് TV-യിലോട്ട് വരാം എന്ന് ദാമു പറഞ്ഞിട്ടുണ്ട്. സോ ദാമുവും TV-യിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം അതെല്ലാം ഇങ്ങനെ അങ്ങ് തുടങ്ങുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് തീരട്ടെ, ഒരു പുതിയ ബിഗിനിങ് എന്നുള്ള രീതിയിൽ. ജാക്സ് പാര ബ്രോ താങ്ക് യു സോ മച്ച്. ലെറ്റ് ഇറ്റ് ബി എ ന്യൂ ബിഗിനിങ്. അത്രേ ഉള്ളൂ. അതെ സത്യം. അപ്പം വരുന്നെങ്കിൽ അവനും കളിക്കുന്നെങ്കിൽ അവനും കളിക്കട്ടെ. എന്തായാലും ഇപ്പോഴേ 2 മാസത്തേക്ക് എന്തായാലും അവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കിനേ അവൻ വരത്തുള്ളൂ. അപ്പം നമ്മളെല്ലാം മറന്നൊരു പുതിയ സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിൽ ഈഗോ ഇതൊക്കെ വെച്ച് എത്ര നാൾ പോകാനാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ പോട്ടെ. അശ്വിൻ ഗെയിമർ ബ്രോ താങ്ക് യു സോ മച്ച് 29. അതുപോലെ അണ്ണാ ഞാൻ ഗെയിമിംഗ് കുറിച്ച് റിസർച്ച് ചെയ്യുവാണ്, ഒന്ന് സഹായിക്കുക. എന്ത് സഹായമാണ് വേണ്ടത്? മേജർ വ്ളോഗ്സ് ബ്രോ താങ്ക് യു സോ മച്ച് 40. ശിവപ്രസാദ് ബ്രോ താങ്ക് യു സോ മച്ച് 20. ആൻഡ് ഓൾസൺ വിനീത് 40 rupees. ചന്ദ്രൻ മാസമായിരുന്നു ലൈവ് കണ്ടായിരുന്നു. അയ്യോ ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ ചന്ദ്രനും അവരോട് നിന്ന് അടിച്ചങ്ങ് ഉറക്കി, രായനും കൂടെ നിന്ന് അടിച്ചങ്ങ് ഉറക്കി. 2 vs 6 എടുത്തിട്ടങ്ങ് പണ്ണി ചന്ദ്രൻ ഇന്നലെ അങ്ങ്. നിങ്ങൾ POV കാണാത്തവരുണ്ടെങ്കിൽ ചന്ദ്രന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഡ്രീമർ ഗെയിമിംഗ് അല്ലേ? ഉണ്ടാച്ചിയൊക്കെ എന്തിന് കോലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്ക് തൊലിയാറ് മണിയൻ. ഇവിടെ എവിടെ ആയിരുന്നു കേട്ടാ. ഇവിടെ ലാസ്റ്റ് ആണോ അതോ അതിന് മുമ്പിലായിരുന്നോ? ഇവിടെ തൊട്ടാണ്. കണ്ടുനോക്ക്. ഇന്നലത്തെ ചന്ദ്രന്റെ POV ഏട്ടാ. അത് സിറ്റിസൺസ് ഒക്കെ കൂടെ അടിച്ചു കേട്ടാ. അടിക്കണേ ഇവന്മാരെ. ചില്ലറ കഴപ്പാണ് അവന്മാർക്ക്. വണ്ടി എടുത്ത് അവിടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? അണ്ണാ ഹെഡ്സെറ്റ് ഉണ്ട് തിരുമേനിയാണ്. അഖിലേശ്വർ ബ്രോ പിന്നല്ല. നോട്ട് ബുക്ക് താങ്ക് യു സോ മച്ച്. അണ്ണാ ഹാപ്പി ടു ഹിയർ ദിസ് ബ്ലൂ ഷിഫ്റ്റർ. അണ്ണാ ബസ് കൊടുക്കാനുണ്ട് നമ്മുടെ വീട്ടിലൊരു ബസ്. പുണ്ടച്ചി വിനീതേ, നീയൊരു BMW എന്റെ സെൽട്ടോസിന് കാറ്റടിക്കാൻ പോയതാണ് ഞാൻ തൃശ്ശൂര്. നീ ആ BMW കണ്ടിട്ട് എൻ്റെ അടുത്ത് തന്നെന്തോ പറഞ്ഞേ,
അയ്യോ ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നതാണ്, എന്തൊരു ഐശ്വര്യമായിരിക്കും. അന്ന് രാത്രി വന്നപ്പോ തൊട്ട് ഞാനും സ്വപ്നം കണ്ടോണ്ടിരിക്കണ്. ആഹാ BMW മുറ്റത്ത് കിടക്കണ്. ഓ BMW ശരിയാ. ഇങ്ങനെ അന്ന് അപ്പൊ തന്നെ വീട്ടില് പുതിയ കാർ എടുക്കാൻ പോവാ. എന്നാ പിന്നെ ബൈക്ക് വേണ്ട, ബൈക്ക് കൊടുത്തേക്കാം. ബൈക്ക് കൊടുത്തു. എന്റെ C900 കൊടുത്തിട്ടാണ് ഞാൻ ആ BMW എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടിട്ടത്. അത് അതിനുമേ ഉണ്ടാവാത്ത കുരുവില്ല. കേസ്, വണ്ടിയുടെ പണി, അണ്ടിയുടെ പണി, പരിവാഹനിന്ന് വരുന്ന ടിക്കറ്റ്, അത് ഇത് എല്ലാന്ന് പറഞ്ഞ് നീ എന്നെ ഇനി ഒരു ബസ്സും കൂടെ എടുത്തിട്ട് എന്റെ നെഞ്ചത്തോട്ട് വെക്ക് നീ. ആ ബസ് കൂടെ എടുത്ത് നീ അപ്പൊ നിനക്കൊരു സന്തോഷം വരും. നിനക്ക് ചെറിയ വീൽ 4 വീലുള്ള വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇനി 10 വീലുള്ള സാധനം ഞാൻ എടുത്ത് നെഞ്ചത്ത് വെക്കാം. അവന്റെ ഇപ്പോഴും ഞാൻ നടക്കണ പുറകെ. ഓർമ്മിപ്പിക്കല്ലേ, സത്യം. BMW റോസ്റ്റർ ബ്രോ, താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഇന്നലെ ലൈവില് അക്കൗണ്ട് ബാലൻസ് അടിച്ച് 3000 രൂപ. അതില്ലായിരുന്നെങ്കിൽ എത്ര രൂപ കിടന്നേനെ എന്റെ അക്കൗണ്ടില്. അത് കാണുന്നവർക്ക് ലക്കി ഭാസ്കർ മിഡിൽ ക്ലാസ് മെന്റാലിറ്റി, ഒറ്റയടിക്ക് വണ്ടി എടുക്കുന്നു, ശരിയാക്കുന്നു. തുപ്പി പിച്ചക്കാരനായി. വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഇനി. പറഞ്ഞ കൂടിപ്പോവും. വണ്ടിക്ക് മാത്രമായിട്ട് ജീവിക്കണം ഞാനിപ്പം. എന്റെ 10 വീല് വണ്ടി. നമുക്ക് ബാക്കി കാണാം കേട്ടാ. സീറോ വേണ്ട അണ്ണാ. അണ്ണേ അയ്യോ കണ്ണെടുത്ത് അളിയൻ ആദ്യമേ വന്നു, കയ്യിൽ കണ്ണ് കിട്ടി. പയ്യൻ അറിഞ്ഞുകൂടെ കേട്ടോ, ഗണ്ണില്ല കയ്യില്. ഒന്ന് അതെ ഇപ്പൊ എന്ത് എയിമുള്ള പയ്യന്മാർ രണ്ടുപേര്. ഇവന്മാരെ റിക്രൂട്ട് ചെയ്യാവോ? ഇവന്മാരെ നമുക്ക് രണ്ടുപേരെ റിക്രൂട്ട് ചെയ്താലോ? ഇതാകുമ്പോ ഉണ്ടല്ലോ ഇവന്മാരെ രണ്ടുപേരെയും, അതായത് റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിമിക്ക് അങ്ങനെ വലിയ ഉപദ്രവം ഒന്നും വരത്തില്ല. അപ്പൊ അവർക്കും ഒരു സ്നേഹം വരും ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിനോട്. കാരണം ഹേർട്ട് ചെയ്യാത്ത മെമ്പേഴ്സ് അല്ലേ. അല്ലെ വേണ്ട, അവന്മാരെ അവിടെ തന്നെ കളിക്കട്ടെ, HF തന്നെ കളിക്കട്ടെ, അതാണ് നല്ലത്. ടിക്കറ്റ് വലിക്കണേ, ഞങ്ങളെ AR വലിച്ചെന്ന് പറഞ്ഞ് ടിക്കറ്റ് വലിക്കണേ. എടാ തരത്തി പോയി കളിയണേ മോനെ, തരത്തി പോയി കളിയണേ. എടാ പോയി. അയ്യേ ഗ്രോസ് ആയിട്ട് ഉണ്ടാക്കല്ലേ. പിന്നെ നീ മുതുക്കിൽ നിൽക്കുന്ന സമയത്ത് നിന്നെ അടിക്കാൻ ഞങ്ങൾ ഇനി കുണ്ണയും പൊക്കി വരാം. പോടാ അവന്റെ വന്നേക്കുന്ന വെറുതെ വന്ന് തല്ലും മേടിച്ചിട്ട്. ആണല്ലാത്തവന്മാര് ഫയലുള്ള പിള്ളേര് പോയപ്പോ തല്ലുകൊള്ളല് മാത്രമേ ഉള്ളൂ സിറ്റിയില്. ഇവന്മാർക്ക് കഷ്ടം തന്നെ, കഷ്ടം. എന്റെയൊക്കെ സിനിമാറ്റിക് വീഡിയോ കണ്ടായിരുന്നു, നമ്മളെ വെട്ടുന്നതും ഇതാക്കുന്നതും ഒക്കെ. തിരിച്ചു തരാൻ അറിയാൻ പാടില്ലട്ടല്ല. ഞങ്ങൾ നേരത്തെ വിചാരിച്ചെന്തോന്നറിയോ, ഹെൽഫെയർ ഒക്കെ അത്യാവശ്യം നല്ല ടീമാണെന്നാ വിചാരിച്ചത് കേട്ടാ. പക്ഷെ ഫയലുള്ളവന്മാരെ ഉണ്ടായിരുന്നു നല്ല ടീമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഫയലുള്ളവന്മാർ പോയപ്പോൾ ആ ഗ്യാങ്ങിന്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി. തനി ഊമ്പന്മാരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കണ്ടന്റ് ഇടാനുള്ള ഡിസേർവ്ഡ് അല്ല നീ ഒന്നും. അതുകൊണ്ടാണ് നിന്നെയൊക്കെ മെനഞ്ഞാന്ന് പട്ടിയെ പോലെ എടുത്തിട്ട് തല്ലി കീറിയിട്ട് ഒരു കണ്ടന്റ് ഇടാത്തത്. മനസ്സിലായോ? കണ്ടന്റ് ഇടാത്തത് വേറെ ഒന്നുമല്ല. നീ ഒന്നും വിചാരിക്കില്ല നിനക്കൊക്കെ മെസ്സ് വന്നിട്ട് പറ്റി നമ്മൾ കണ്ടന്റ് ഇടുന്നു. നീ തീട്ടങ്ങളെ അടിക്കുമ്പോൾ ഞങ്ങൾ കണ്ടന്റ് ഇടാറില്ല അധികം. അല്ലെ എക്സ്ട്രീം തീട്ടമായിരിക്കണം, എന്നാലേ ഞങ്ങൾ വിടത്തുള്ളൂ. അല്ലാതെ നിന്നൊന്നും അടിച്ചിട്ട് കണ്ടന്റ് ഇടാനുള്ള ഒരു ഇതില്ല നിനക്കൊക്കെ. പോയി ഒരു നല്ല ടീമൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന സെർവറെ നക്കി ഇങ്ങനെ വന്നിട്ട് അവിടെ വന്നടിക്കും. അന്നേരം നമ്മൾ കണ്ടന്റ് ഇടാം. 59 മിനിറ്റ് നോക്കുന്നു. 59 നോക്കട്ടെ. 59 രണ്ടു കൂടി വെച്ച് ഗീവ് ചെയ്ത് എല്ലാവർക്കും. ചന്ദ്ര വണ്ടി ഉണ്ടാവും. എടാ വണ്ടി എല്ലാരും കൊടുത്തറാ, കൊടുത്ത് തീർത്ത് 24 hourനുള്ളിൽ വേണം. സോ നോക്കണേ പ്ലീസ്, മറക്കല്ലേ. അബിൻ ഗോവിന്ദ് എടാ, ഈ അബിൻ ഗോവിന്ദ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ID ഒന്ന് നോക്കിയിട്ട് സ്കൈഡാക്സ് ഒന്ന് നോക്കിയിട്ട് എന്തോ ചോദിക്കുമെന്ന് മോഡറേറ്റേഴ്സ് ആരെങ്കിലും. നിക്കോണേ അലക്സാജി, താങ്ക് യു സോ മച്ച് 40. അണ്ണ ഒരു ഹായ് തരാം. ഹായ് ബ്രോ, ഹായ് 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 ഹായ്. ഇനി ഒറ്റ വണ്ടിയുള്ളത് ആ റെഡ് ലോഡർ. ബാലൻ കണ്ടിറക്കണം. ബാലൻ ഇറക്കിവിടല്ല നമ്മൾ പറയണത്. ഞാൻ പറയണതല്ല, നമ്മൾ മറ്റേ മെയിൻ ചാനലിൽ മാസങ്ങളോളം ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ഇറക്കുന്ന സാധനം എന്ന് പറഞ്ഞല്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതെന്തായാലും ഞാൻ ഇടുന്നില്ലെന്നാ പറഞ്ഞത്. അത് ഇടുന്നില്ല, അതിനുള്ള ഡിസേർവ്ഡ് അല്ല അവൻ. അതെനിക്ക് നിന്റെ ഐഡി പറ. 636 കൂടാ. 636
ഇന്ന് 2 കൊട്ടയും കൂടെ വെക്കാണ്ട് എടുക്കട്ടെ. ഒരു മിനിറ്റ് ഇവിടെ ഐ ഡി പറഞ്ഞടാ. ഈ ഗായ് ഡിസ്മോലോട്ട് 636 ആരെ കൊണ്ടുപോയടാ പാവത്തിന്. നിന്റെ വായിക്കറിയടാ ആണാ? എന്നാ നീ പറഞ്ഞടുത്ത് വെച്ചോടാ. കൊട്ടയില്ലെങ്കിൽ നീ എടുത്ത് വെച്ചോടാ. ആരാടാ? ഹെൽഫെയർ ആണോ അത്? ഗൈസ് ഹെൽഫെയർ ആണോ അത്? വാട്സ് ഒരു ന്യൂ സെർവർ ഹോസ്റ്റ് ചെയ്താലോ? നമ്മളായിട്ട് സെർവർ ഒന്നും തുടങ്ങുന്നില്ല ബ്രോ, വേണ്ട. നീ എടുത്ത് വായി വെക്കണം. ഗൈസ് അപ്പൊ നിങ്ങൾ ഇറങ്ങുവാണേ. ബൈ ഗൈസ്. 1 സെക്കൻഡ്. ചന്ദ്രന്റെ വേസ്റ്റ് കണ്ടാ അറിയാം വിളിക്കണ വിളിയെന്തുവാണ്. അതന്നെ അതന്നെ. ലൈവ് മ്യൂട്ട് ചെയ്യാൻ കാണിച്ച മനസ്സേ, ലൈവ് മ്യൂട്ട് ചെയ്യാൻ ചന്ദ്രൻ കാണിച്ച മനസ്സ്. ചന്ദ്രൻ റാപ്പറാണോ? തൊണ്ടല് പ്രശ്നം കണ്ട. അയ്യോ ഗൈസ് 6000 ലൈക്ക് ആയിട്ടുള്ളൂ. 12000 പേര് വാച്ച് ചെയ്തിട്ട് പകുതി പേരും ലൈക്ക് അടിച്ചിട്ടില്ല. ദൈവമേ, ലൈക്ക് അടിക്കാത്തവന്മാരെ അറിയാലോ, ഇന്നെ കൂടെ പറയരുത്. അത് പറഞ്ഞപ്പോഴാ ഗൈസ്, എന്റെ പാട്ട് ചാനലില്ലേ അത് ആരോ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി. ഹാക്ക് ചെയ്തതാണോ ചാനൽ ടെർമിനേറ്റഡ് ആണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ചാനൽ ഇപ്പൊ ഇല്ല, പോയത്. ഞാൻ വിളിക്കുന്നുണ്ട്. അതെ 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 അതെ. അല്ലല്ല ഗൈസ്, ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ. പണ്ട് എനിക്ക് കേൾക്കുമ്പം ഞാൻ ട്രിഗർ ആവുമായിരുന്നു കേട്ടാ, ഈ കൊട്ട എന്നുള്ളത്. ഞാൻ ഞാനും പറഞ്ഞത് ഇപ്പൊ ഞാനാണത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്കിപ്പോ ട്രിഗർ ആകത്തില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അത് പറയുമ്പോൾ ട്രിഗർ ആകത്തില്ല, തിരിച്ചു വിളിക്കാനേ തോന്നുള്ളൂ. സത്യം പറയാലോ, എനിക്കിപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് അവന്മാരിരുന്ന് പറഞ്ഞോട്ടെ, അത് എവിടെ പോലെ. ഇപ്പൊ നമ്മളൊരു സെർവറിൽ ജസ്റ്റ് പോവാന്നൊരു ക്ലൂ കൊടുത്തപ്പം ഇന്ന് അവിടുന്ന് അവര് വന്ന് വിളിച്ചത് പറഞ്ഞത് ഹെൽഫയർ അല്ലെങ്കിൽ അവിടോട്ട് വരും, അല്ലെ ഇവിടെ വരും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എടാ, ഇവന്മാര് നക്കി വരുവാളി എവിടെ പോയാലും. ഇവന്മാർക്ക് ഇത് മതി, എക്സ്പോഷർ മതി. സ്വന്തമായിട്ട് ഈ ലെവലിൽ എത്താൻ പറ്റുമെന്ന് അറിയാം അവന്മാർക്ക്. എത്താൻ പറ്റത്തില്ലെന്ന് അവന്മാർക്ക് അറിയാം. അപ്പം നക്കല്ല, അത് മാത്രമേ അവന്മാർക്ക് നടക്കുള്ളൂ. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ കുണം പിടിക്കുവോ അതും ഇല്ല, ഇങ്ങനെ ഇരിക്കും. അതങ്ങ് വരട്ടെ, അങ്ങനെ. എന്താ ഗൂഗിൾ ഫോം മാത്രം ചെയ്താൽ മതി, കമ്മ്യൂണിറ്റിയോട് പറയുന്നു. ഗൂഗിൾ ഫോം മാത്രം ചെയ്താൽ മതി. അങ്ങനെ വിളിക്കും സക്കേഴ്സ്. ഉറക്കി. അയ്യോ, പറഞ്ഞിട്ട് കാര്യമില്ല. നക്കി തിന്ന് ശീലിച്ചവന്മാര് നക്കിയല്ല തിന്നുള്ളൂ. സൂപ്പർ ചാറ്റ് മിസ് ചെയ്ത്. എനിവേ സെർവർ നെയിം വെലോസിറ്റി ആണ് വരുമോന്ന് ബ്രെയിൻ ബ്രോ. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയട്ടെ. ഇന്ന് നീ ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്ത് നാളെ സെർവറിൽ വരുന്ന സമയത്ത് നീയൊക്കെ തന്നെ മാറി ഇന്ന് ഓരോന്ന് വിളിക്കുന്ന കേൾക്കാൻ ഇനി വയ്യ. അതുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ മര്യാദയ്ക്ക് കുറച്ച് നേരെ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് എല്ലാ മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളവരടുത്ത് കളിക്കാം. ടി വി ഒക്കെ ആയിട്ട് പ്രത്യേക റൂൾസ് ഒന്നും വേണ്ട. നല്ല സ്ട്രിക്റ്റ് ഒരു അഡ്മിൻ പാനലുള്ള, നല്ല രീതിയിൽ സെർവർ കൊണ്ടുപോകാൻ തൻ്റെ ഇടമുള്ള, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരുള്ള ഒരു സെർവറിൽ കളിക്കാൻ മാത്രമേ ഇനി താല്പര്യമുള്ളൂ. അങ്ങനെ ഒരു സെർവർ നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ കളിച്ചോളാം. അതാണ് നല്ലത്. സ്നേഹത്തോടെ വിളിച്ചവന്മാരൊക്കെ ഞാൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ പോലും എന്നെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടി വിയിലെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആയാൽ പോലും എന്നെ ലാസ്റ്റ് ഓരോരുത്തന്മാർ ഉപദ്രവിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ബാഡ് ആയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആലോചിച്ചിട്ടേ ഞങ്ങളൊരു സെർവറിൽ കയറത്തുള്ളൂ. എനിക്കിനി നമ്മുടെ ഡിസിഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ആലോചിച്ചിട്ട് നല്ലൊരു ഡിസിഷൻ എടുത്ത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു സിറ്റിയിൽ കയറാം. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കണം. 3K ഇനി ലൈക്ക് അടിച്ചിട്ടില്ല. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കണേ. ബ്രോ സാമ്പ് കളിച്ചുകൂടെ? ബ്രോ GTA സ്ട്രീം ചെയ്തിട്ട് സാമ്പ് ആ ഒരു ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് സാമ്പ് കളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? എനിക്ക് തോന്നണില്ല. ഉറപ്പായിട്ട് സാമ്പ് കളിച്ചാൽ ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല.